സംഗീത സംവിധായകൻ SP വെങ്കിടേഷ് അന്തരിച്ചു. വിടവാങ്ങിയത് കിലുക്കം, മിന്നാരം തുടങ്ങി സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ഗാനം നൽകിയ അതുല്യ പ്രതിഭ. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ലിജിൻ കെയ്പ്പൻ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ലിജിനിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് SP വെങ്കിടേഷ് അന്തരിച്ചു എന്നുള്ളത്. ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. നിരവധി ഹിറ്റായ നമ്മുടെ ഓരോരുത്തരുടെയും നാവിൻ തുമ്പിലുള്ള അനവധി ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച SP വെങ്കിടേഷ് അന്തരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ലിജിൻ കെയ്പ്പൻ പങ്കുവയ്ക്കും. ലിജിൻ, എപ്പോഴായിരുന്നു അന്ത്യം? അദ്ദേഹത്തെ ഓർത്തെടുക്കുക കൂടി ചെയ്യുമ്പോൾ എങ്ങനെ? അതെ സംഗീത, ഇപ്പോഴാണ് വാർത്ത പുറത്തു വന്നത്. അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. നമുക്കറിയാം, മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മലയാള സിനിമ ഭരിച്ചിരുന്നു പറയും. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വന്നത് എങ്കിൽ പോലും മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തത്. സിനിമകൾ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ നമുക്കറിയാം. ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കാസറ്റുകളുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് മലയാള സിനിമയെ ഭരിക്കുക എന്ന് പറയുന്നത്. ഓരോ പാട്ടുകൾ ഹിറ്റായിരുന്നു. അദ്ദേഹം ചെയ്ത 1985 അദ്ദേഹം മലയാളത്തിലേക്ക് വരുന്നത്. അദ്ദേഹം സംഗീത പാരമ്പര്യത്തിലൂടെ വരുന്നു. അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ രാഘവ മാസ്റ്റർ അടക്കമുള്ളവർക്കൊപ്പം ശിഷ്യനായിട്ട് വരുന്നു. ഒപ്പം തന്നെ പശ്ചാത്തല സംഗീതം ചെയ്തു വരും. അതോടെ നിന്നാണ് പിന്നെ സിനിമാ സംഗീതത്തിലേക്ക് വരുന്നത്. ഓരോ സിനിമകളും നമുക്ക് ഒരുപാട്, നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഹിറ്റ് നമ്മളിപ്പം സമീപകാലത്ത്, അതായത് വീണ്ടും റിലീസ് ചെയ്യുന്ന പാട്ടുകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ്. അതായത് ഒരുപാട് പാട്ടുകൾ ഹിറ്റായിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ സംഗീത ലോകത്ത് അറിയുമ്പോൾ സംഗീത രാജൻ എന്നാണ് അറിയപ്പെടുന്നത്. കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകൾ, ബംഗാളി സിനിമകൾ വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എടുത്തു പറയാനാണെങ്കിൽ നമുക്ക് വാത്സല്യത്തിലായാലും കാബൂളിവാല ആയാലും അല്ലെ സോപാനം, ഈ ഒരുപാട് ഹിറ്റ് കൊമേഴ്സ്യൽ പാട്ടുകൾ ചെയ്യുന്ന സമയത്ത് തന്നെ പൈതൃകം പോലുള്ള വളരെ ക്ലാസിക്കായിട്ടുള്ള സിനിമകൾ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഗീതത്തിൻ്റെ വളരെ ഒരു അഗാധ പാണ്ഡിത്യമുള്ള ഒരു അദ്ദേഹത്തെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. സമീപകാലത്ത് ഏറെ നാളായിട്ട് അദ്ദേഹം സിനിമ ചെയ്തിരുന്നില്ല. അദ്ദേഹം അനാരോഗ്യത്തെ തുടർന്ന് വിശ്രമ ജീവിതത്തിലായിരുന്നു. പിന്നീട് ഇപ്പം ചെന്നൈയിലായിരുന്നു അന്ത്യം. ഇപ്പോഴാണ് ആ വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ സംഗീത ലോകവും ശരിക്കും സിനിമാ ലോകം തന്നെ ഞെട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ. ലിജിൻ, ഈ അന്ത്യം സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് എത്തുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? എപ്പോഴായിരുന്നു അന്ത്യം? മറ്റ് ക്രമീകരണങ്ങൾ ഏതൊക്കെ വിധേയന എന്നുള്ളത് പ്രാഥമിക ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നുണ്ടോ? വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. അപ്പോൾ അനാരോഗ്യത്തോടെ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ തുടർന്നാണ് അന്ത്യം. മറ്റു വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. എങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹത്തിൻ്റെ പാട്ടുകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും ശരി, അദ്ദേഹം എല്ലാവരും ഓർത്തെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ ഹിറ്റ് പാട്ടുകളാണ്. ഇപ്പോൾ കബൂളി ആയാലും ശരി, ഉപ്പുകണ്ടം പ്രദേശ് ആയാലും ശരി. അപ്പോൾ നമ്മൾ സമീപകാലത്ത് ഏറ്റവും വലിയ സ്ഫടികത്തിലെ പാട്ടുകൾ. അപ്പം നമുക്ക് എല്ലാവരും പറയുന്ന അദ്ദേഹത്തിൻ്റെ സംഗീത വഴികളെക്കുറിച്ചാണ്. അദ്ദേഹം സംഗീതം ചിട്ടപ്പെടുന്ന രീതി, അദ്ദേഹം പാട്ട് ചിട്ടപ്പെടുത്തിയതിലെ ഒരു വൈവിധ്യം, അതിലെ ചിത്ര, യേശുദാസ്, അവരൊക്കെ ഹിറ്റുകൾ സൃഷ്ടിച്ച കാലം. ഇവരൊക്കെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അവർ വളർന്നു വന്ന കാലഘട്ടം. അപ്പം ഇദ്ദേഹം മലയാള സിനിമ യശസ്സായി നിന്ന സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാള സിനിമ തമിഴ് സിനിമയ്ക്ക് വലിയ തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നൊസ്റ്റാൾജിയാണ്. 80കളിലെയും 90കളിലെയും അല്ലെങ്കിൽ 2000ൻ്റെ പകുതി വരെയുള്ള കാലഘട്ടത്തിലെ ആൾക്കാർ സിനിമകൾ അദ്ദേഹത്തിൻ്റെ സംഗീതം, ആ പാട്ട് നമ്മൾ കേട്ട് വളർന്ന ബാല്യത്തിൽ ദൂരദർശനിലൂടെ, ആകാശവാണിയിലൂടെ ഏറ്റവും കൂടുതൽ കേട്ട് ഹിറ്റ് ആയ പാട്ടുകളാണ്. അപ്പം ആ ഒരു നഷ്ടമാണ് ഇപ്പോൾ എല്ലാവരും ഓർത്ത്. ഇനിയിപ്പം തുടരെ അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ചുള്ള വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ സംസ്കാരം സംബന്ധിച്ചുള്ള വിവരങ്ങളും പിന്നാലെ പുറത്തു വരും.